മുണ്ടിയിരുമ, തൂക്കുപാലം, കൂട്ടാർ, ബാലഗ്രാം, ആനവിലാസം, കുമളി, ഒന്നാം മൈൽ മേഖലകളിൽ വെള്ളപ്പൊക്കം മൂലവും ഉരുളുപൊട്ടിയും വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടായ കനത്ത നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആനവിലാസത്ത് ഉരുൾപൊട്ടി 8 കടകൾക്കും വീടുകൾക്കും നാശനഷ്ടമുണ്ടായി. കോട്ടാർ, ബാലഗ്രാം, തൂക്കുപാലം, മുണ്ടിയിരുമ എന്നിവിടങ്ങളിൽ 25ഓളം കടകളിൽ വെള്ളവും ചെളിയും കയറി വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. ചില കടകൾ പൂർണ്ണമായി വെള്ളം കയറി നശിച്ചു. വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലങ്ങളിൽ ജില്ലാ ഭാരവാഹികൾ സന്ദർശനം നടത്തി. കൂട്ടാറ്, ബാലഗ്രാം, തൂക്കുപാലം, മുണ്ടിയിരുമ, കല്ലാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയിലും വെള്ളപ്പാച്ചിലിലും ഏതാണ്ട് 25ഓളം വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി നശിച്ചു പോയിട്ടുണ്ട്. പണ്ടൊക്കെ വ്യാപാര സ്ഥാപനങ്ങളിൽ കഷ്ടിച്ച് ഒന്ന് വെള്ളം കയറിയ സാഹചര്യമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ ഏതാണ്ട് കടയുടെ 3/4 ഭാഗത്തോളം വെള്ളം കയറി വളരെ സമയമെടുത്താണ് ഈ വെള്ളം ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നുണ്ടായ വെള്ളപ്പാച്ചിലായതുകൊണ്ട് കാര്യമായി സാധനങ്ങളൊന്നും എടുത്തു മാറ്റുന്നതിനോ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനോ കട ഉടമകൾക്ക് കഴിഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. സർക്കാർ ഇത്തരം സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇത്തരം വെള്ളപ്പൊക്കങ്ങളിലും നാശനഷ്ടം സംഭവിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കും നഷ്ടപരിഹാരം കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സാധാരണഗതിയിലെ ഇത്തരം അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ വീടുകൾക്കൊക്കെ നാശനഷ്ടം സംഭവിച്ചാൽ സർക്കാർ നഷ്ടപരിഹാരം നൽകും. പക്ഷെ വ്യാപാര സ്ഥാപനങ്ങളെ പാടെ അവഗണിക്കുകയാണ്. സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ നികുതി പണമായി നൽകി ഉദ്യോഗസ്ഥന്മാരെ അടക്കമുള്ള ആളുകളെ തീറ്റിപ്പോറ്റുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ മേഖലയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അടയ്ക്കുന്ന GST അടക്കമുള്ള നികുതികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നികുതിദായകരായ അത്തരം ആളുകളെ സഹായിക്കുന്നതിനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അടിയന്തരമായി ഈ മേഖലകളിൽ സഹായം എത്തിക്കണം.